السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസ്, യത്ബഉൽ മയ്യിത്ത സലാസ അഹ്ലുഹു വ മാലുഹു വ അമലുഹു യർജിഉ ഇസ്നാനി വ യബ്ഖാ വാഹിദുൻ യർജിഉ അഹ്ലുഹു വ മാലുഹു വ യബ്ഖാ അമലുഹു. യത്ബഉൽ മയ്യിത്ത സലാസ, മയ്യിത്തിനോട് മൃതദേഹത്തോട് മൂന്നെണ്ണം അനുഗമിക്കും. അഹ്ലുഹു ഒന്ന്, ആ മയ്യത്തിന്റെ ബന്ധപ്പെട്ടവർ. വ മാലുഹു അവന്റെ സമ്പത്ത്, വ അമലുഹു അവന്റെ കർമ്മം. യർജിഉ ഇസ്നാനി രണ്ടെണ്ണം മടങ്ങും, വ യബ്ഖാ വാഹിദുൻ ഒന്ന് ശേഷിക്കും. യർജിഉ അഹ്ലുഹു വ മാലുഹു അവന്റെ ബന്ധപ്പെട്ടവരും അവന്റെ സമ്പത്തും മടങ്ങും, വ യബ്ഖാ അമലുഹു അവന്റെ കർമ്മം ശേഷിക്കും. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും മരണപ്പെട്ടു പോകേണ്ടവരാണ്. അള്ളാഹു ഈമാനോട് കൂടെ ആഖിബത്ത് നല്ല അവസ്ഥയിൽ അള്ളാഹു നമ്മെല്ലാവരെയും ദീർഘായുസ്സ് ആഫിയത്തൊക്കെ തന്ന് മരിപ്പിക്കട്ടെ. മരണപ്പെട്ട ആളെ നമ്മൾ ആരും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല. മൃതദേഹത്തെ സംസ്കരിക്കണം, മറവ് ചെയ്യണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. മൃതദേഹത്തെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അവനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അനുഗമിക്കും. അതോടുകൂടെ അവന്റെ സമ്പത്ത്, അവന്റെ മറവ് ചെയ്യൽ കർമ്മത്തിനോട്, സംസ്കരണത്തിനോട് ബന്ധപ്പെട്ട് ആവശ്യമായ സമ്പത്തൊക്കെ ഒന്നിച്ചുണ്ടാവും. എന്നിട്ട് അതിന്റെ സാമഗ്രികളും അതിനോട് ബന്ധപ്പെട്ട സാമ്പത്തികമായ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആയിട്ട് പോകും. ആളും സമ്പത്തൊക്കെ മടങ്ങി വരും. പിന്നെ അവൻ ആ ഖബറിൽ ഒറ്റക്ക് താമസിക്കുമ്പോൾ അവന് കൂട്ടായിട്ട് ഒരേ ഒരാൾ മാത്രം ഉണ്ടാവും, ഒരേ ഒന്ന് മാത്രം ഉണ്ടാവും. അത് അവന്റെ കർമ്മമാണ്. എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും ഞാൻ കുറച്ചു കാലം, കുറച്ച് സമയം ഖബറിൽ ഇവന്റെ കൂടെ കിടക്കട്ടെ എന്ന് പറയാൻ പാപ്പയോ മക്കളോ ഭാര്യയോ ഭർത്താവോ ഉമ്മയോ ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും അത് കഴിഞ്ഞാൽ ചിലർ മറവ് കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോരും. ചിലർ കുറച്ചൊക്കെ അവിടെ തസ്ബീത്തൊക്കെ ചൊല്ലി ദുആ ചെയ്ത് ഖുർആനൊക്കെ പാരായണം ചെയ്ത് കുറെ നേരമൊക്കെ താമസിച്ച് അങ്ങനെ തിരിച്ചു പോരും. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തവരുണ്ടാവും. പിന്നീട് ഇടയ്ക്ക് വന്ന് സിയാറത്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവനോടുകൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരേ ഒരാൾ അതവന്റെ കർമ്മമാണ്. അവന്റെ വിശുദ്ധ ഖുർആൻ പാരായണം, അവന്റെ ദിക്റുകൾ, അവന്റെ നിസ്കാരങ്ങൾ, അവന്റെ നോമ്പ്, അവന്റെ ഹജ്ജ്, അവൻ ചെയ്ത സംഭാവനകൾ, അവൻ ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നല്ല നീയത്തോടു കൂടി അള്ളാഹുവിന് കരുതി ചെയ്തതാണെങ്കിൽ അതൊക്കെ അവനെ സഹായിക്കാനും ഗുണപരമായ അനുഗമനത്തിനും സഹവാസത്തിനും തയ്യാറാവും. പല ഹദീസുകളിൽ നിന്നും അവന്റെ അമലുകളൊക്കെ മനുഷ്യന്റെ രൂപത്തിൽ വരെ അവനെ സഹായിക്കും. അവന്റെ ഏകാന്തത ഒഴിവാക്കാൻ അവന് ഒരു ഒരു സഹജീവി സ്നേഹമൊക്കെ നൽകി സഹവസിക്കാനൊക്കെ ഉണ്ടാകുമെന്ന് ഹദീസുകളിലൊക്കെ കാണാം. അമലുകളൊക്കെ മനുഷ്യന്റെ രൂപത്തിലും മറ്റൊക്കെ രൂപപ്പെടുത്താനൊക്കെ അള്ളാഹുവിന് കഴിയും. ആ ലോകം അള്ളാഹു അവന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മോട് പറഞ്ഞത് ഇത്ര വിശ്വസിക്കുന്ന ഒരു ലോകമാണ് ആ ലോകം. ആ ലോകത്തെ നമ്മൾ ആരും കണ്ട് വിലയിരുത്തി വിശ്വസിക്കുന്നതല്ല. അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞത്. മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു റസൂലും പറഞ്ഞാൽ അതന്നെ വിശ്വസിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും ഉറപ്പിക്കുക. പിന്നെ അവർ പറഞ്ഞത് അതാണല്ലോ നമ്മുടെ യുക്തി. അതാണ് അള്ളാഹുവിനെയും റസൂലിനെയും തെളിവ് സഹിതം നമ്മൾ ഉറപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ അവർ പറഞ്ഞത് എന്താണോ, തൽക്കാലം നമ്മുടെ ബുദ്ധിപരമായ തർക്കവിതർക്കങ്ങൾക്ക് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിലും, നമ്മൾ കണ്ടിട്ടോ മറ്റുള്ള അനുഭവങ്ങളില്ലെങ്കിലും ബുദ്ധിപരമായി തെളിഞ്ഞ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞതായതുകൊണ്ട് അത് അങ്ങനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കപ്പെടുന്ന ഒരു ലോകത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവന്റെ കർമ്മം അവന്റെ കൂടെ ഉണ്ടാവും. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സൽക്കർമ്മമാണെങ്കിൽ അവനെ സഹായിക്കാനൊക്കെ ഈ പറഞ്ഞ പല രീതിയിലുണ്ടാവും. ദുഷ്കർമ്മമാണെങ്കിലോ നമ്മളൊന്ന് ചിന്തിക്കണം. അത് നമ്മളൊപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നല്ലേ അതിൻ്റെ അർത്ഥം.
നമുക്ക് ശിക്ഷ തന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ഏകാന്ത ജീവിതം വളരെ ദുഷ്കരമാക്കുക, പ്രയാസപൂർണമാക്കുക, ഇതൊക്കെയായിരിക്കും ദുഷ്കർമ്മങ്ങളുടെ പ്രവർത്തനം. നമ്മുടെ ഖബറിലൊരു ഒരു ഒരു വിഷപ്പാമ്പിനെ ഒപ്പം കിടത്തുന്നത് പോലുള്ളൊരു അസ്വസ്ഥജനകമായ അന്തരീക്ഷം. ഒരു വിഷപ്പാമ്പ് നമ്മോട് കൂടെ ഖബറിൽ കിടക്കുകയാണെങ്കിൽ, അത് നമ്മങ്ങനെ കുത്തി കുത്തി നോവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഖബറിൽ നമ്മുടെ അവസ്ഥ? അതുപോലെ ഈ ദുഷ്കർമ്മങ്ങൾ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാകും. അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ പുറത്തു തരട്ടെ. തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ബന്ധപ്പെട്ട ആളുകളും നമ്മുടെ സമ്പത്തൊന്നും നമ്മളെ ഖബറിൽ നമ്മളൊപ്പം കിടക്കാണ്ടാവില്ല. ഖബറെന്നല്ല, ഖബറിന്റെ ശേഷമുള്ള സ്വർഗപ്രവേശനം, നരകപ്രവേശനം തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ഒരു ലോകത്തെ ഓരോ അവസരങ്ങളിലും നമ്മോടൊപ്പം നമ്മെ സഹായിച്ചു കൊണ്ടുണ്ടാവുന്നത് നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. ദുഷ്കർമ്മങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് തൗബ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് എപ്പോഴും വ്യാകുല ചിത്തനായി ജീവിക്കണം, ഉത്കണ്ഠാകുലനായി ജീവിക്കണം. എന്നാൽ അതേ സമയത്ത് നല്ല സൽക്കർമ്മങ്ങൾ അള്ളാഹുവിനെ മാത്രം കരുതി ചെയ്യുകയും മറ്റാരെയും ബോധിപ്പിക്കാനോ മറ്റാരെയും കാണിക്കാനോ ചെയ്യരുത്. പലപ്പോഴും പലരും പരാതി പറഞ്ഞു കാണും, ഞാൻ എൻ്റെ ഉപ്പാനെ നോക്കി, ഞാൻ എൻ്റെ ഉമ്മാനെ നോക്കി, ഞാൻ എൻ്റെ മറ്റുള്ളവർക്ക് ഇന്ന സഹായങ്ങളൊക്കെ ചെയ്തു, എന്നിട്ടൊന്നും അവരൊന്നും ചെയ്തില്ല, അവരൊന്നും തിരിച്ചു തന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞേക്കാം. അതിനല്ലല്ലോ സ്വന്തം മക്കളെ പോലും നമ്മൾ ഇടങ്ങറായി ബുദ്ധിമുട്ടി വളർത്തുന്നത്. ഒരിക്കലും നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നമ്മൾ അവരെ വളർത്തുക. അവർ സ്വാലിഹീങ്ങളായി നല്ല രീതിയിൽ അവർ വളർന്നാൽ അത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഈ ലോകത്തും പരലോകത്തും. എന്നല്ലാതെ നമ്മളെ നിങ്ങോട്ട് നോക്കാനും പ്രായമാകുമ്പോൾ എന്നെ നോക്കാൻ ഞാൻ എൻ്റെ കുട്ടികളെ നോക്കുന്നു എന്ന നീയത്തിലല്ല കുട്ടികളെ നോക്കേണ്ടത്. ഒരു അമലും ചെയ്യേണ്ടത് അങ്ങനല്ല. അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം കരുതി അള്ളാഹുവും അവന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ അവരെ വളർത്തുന്നു. അപ്പൊ എല്ലാം ഉണ്ടായിക്കോളും. അല്ലാതെ എന്നെ നോക്കാനും ഞാൻ വയസ്സാകുമ്പോൾ എന്നെ നോക്കാനും നോക്കിയാൽ പറയല്ലോ ഈ ലോകത്തിന് ഉപകാരം കിട്ടാൻ വേണ്ടിയുള്ള നോട്ടാവും. അത് അള്ളാഹുവിന് കരുതിയാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെ ഏത് കർമ്മങ്ങളും അള്ളാഹുവിന് മാത്രം കരുതി ചെയ്യാനുള്ളൊരു തൗഫീഖ് നമുക്ക് കിട്ടണം. അതിന് പരമാവധി ശ്രമിക്കണം. മനസ്സിൽ പലതും വരും, പല ഉപകാര ചിന്തകൾ. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ പോലും തിരിച്ച് ഇങ്ങോട്ടൊരു സഹായം മനസ്സിൽ പെട്ടെന്ന് വരിക. ഓനക്ക് ഒരു 10 റുപ്യ കടം കൊടുത്താൽ എന്താ കാര്യം? ഇൻഷാ അല്ലാ നമുക്ക് പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ പിന്നെ ഒരു 10 റുപ്യ വാങ്ങാം. നീയത്ത് എന്തായി? ഇതിന് പ്രത്യുപകാരം ഇവിടെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അത് വേണ്ട, അള്ളാഹുവിനെ കരുതി ചെയ്യുക. കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, ഇല്ലേ കിട്ടണ്ട, ആൾ ആഖിറത്തിൽ കിട്ടും ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നീയത്തോടുകൂടെ പ്രവർത്തിക്കാൻ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ദുഷ്കർമ്മങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ദുഷ്കർമ്മങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.